ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ സുഖമാണോ? പ്രാർത്ഥിക്കുന്നു കേട്ടോ, കൂടെയുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ, കേരളത്തിലുള്ളവർ ഉദ്ദേശിച്ചു കേട്ടോ, തണുപ്പും മഴയൊക്കെ അടിച്ച് പനി പിടിക്കാതിരിക്കാൻ നോക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നാളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ നമുക്ക് ഇന്ന് എന്റെ ദൈവമേ, ഇന്നലെ അത് ആദ്യം പറയാൻ വിചാരിച്ചു വരും, പക്ഷെ ആ സമയം നിങ്ങളെ കാണുമ്പോൾ എല്ലാം മറന്നു. വിമല ഹൃദയത്തിന്റെ തിരുനാൾ ദിവസമായിട്ടല്ലോ ഒന്ന്. അതാണ് വിമല ഹൃദയത്തിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ഇന്നലെ തിരുഹൃദയ പ്രതിഷ്ഠ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് മറന്നു ഇല്ലെങ്കിൽ പിന്നെ ഇന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. എന്തായാലും ചെയ്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ സ്നേഹന്മാർ പത്രോസ് പോലെ സ്നേഹന്മാരുടെ തിരുനാള് എല്ലാ ഈശോയുടെ വലിയൊരു അനുഗ്രഹമാണ്. എല്ലാം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോ, അതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടാവും. നാളത്തെ അഭിഷേകാഗ്നിക്ക് വേണ്ടി, അതേപോലെ നമ്മുടെ കുഞ്ഞ് മീഡിയ ടോക്കിന് വേണ്ടി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു നന്മറിഞ്ഞവരും ചൊല്ലും. അത് ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 2 പത്രോസ് 3:1 2 Peter chapter 3:1. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ആത്മാവ് ഉണരാൻ എന്നുള്ളതാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പത്രോസ് തന്റെ ലേഖനത്തിന്റെ തുടക്കത്തിൽ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന 2ാമത്തെ ലേഖനമാണല്ലോ ഇത്. എന്നിട്ട് പറയാണ്, ഈ 2 ലേഖനങ്ങളിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഞാൻ ഉണർത്താൻ പരിശ്രമിക്കുകയാണ്. നല്ല തുടക്കമാണ്. ചിലപ്പോൾ നമ്മുടെ തുടക്കത്തിലെ സന്യാസൊക്കെ ചുമ്മാ വെറുതെ വിട്ടുകളയും. അവര് പ്രധാന സ്നേഹമുള്ള സഹോദരങ്ങളെ സുഖമല്ലേ എന്ന് ചോദിച്ചാൽ ലെറ്ററിന്റെ ആദ്യം നമ്മൾ വിട്ടുകളയുന്ന പോലെ തന്നെ ഒരു സാധ്യതയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പത്രോസ് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിൽക്കുന്ന 2ാമത്തെ എഴുത്താണല്ലോ ഇത്. എന്നിട്ട് പറയുകയാണ്, ഈ 2 ലേഖനങ്ങളും നിങ്ങൾക്കറിയാവുന്ന പല കാര്യങ്ങൾ തന്നെയാണ്. ആദ്യത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ 2ാമത്തേൽ വരാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പത്രോസ് വാമൊഴിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് തന്നെ വീണ്ടും ഓർമ്മിക്കുക. നേരത്തെ പല പ്രാവശ്യം ഓർമ്മിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ നിഷ്കളങ്ക മനസ്സിനെ ഉണർത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് പഴയ നിയമം വായിച്ചാലും പുതിയ നിയമം വായിച്ചാലും സുവിശേഷം വായിച്ചാലും ലേഖനം വായിച്ചാലും സംഭവിക്കുന്ന കാര്യം, നമ്മുടെ മനസ്സ് ഉണരും. നമ്മൾ നിഷ്കളങ്ക മനസ്സ് ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആത്മാവിൽ ഭയങ്കര ഡള്ളായിരിക്കുന്ന അവസ്ഥയാണെന്ന് വിചാരിക്കുക. നമുക്കങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ അങ്ങനെ ഇരിക്കുക. നിങ്ങൾ വചനം എടുത്തിട്ട് നിങ്ങൾ കുറച്ച് സമയം അങ്ങോട്ട് വായിക്കും. അധികം അറിയാതെ ആത്മാവ് അങ്ങോട്ട് ഉണരും. ആത്മാവ് അങ്ങോട്ട് തീ പിടിക്കാൻ എൻ്റെ സഹോദരങ്ങളെ. അത് വചനം നമ്മൾ അതുപോലെ ഉണർത്തും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരൻ ചിലപ്പോൾ ഇതൊക്കെ അതിപ്പോ ഈശോ സ്നാപകം എന്നെ മാമൂസ് അതൊക്കെ അറിയാവുന്നതല്ലേ. നമ്മൾ ഇങ്ങനെ കണ്ടറിയാ ഇതെല്ലാം നമ്മുടെ ആത്മാവ് ഉണരാൻ കാരണം എന്താ? ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു എന്നുള്ളതാണ്. ആ പരിശുദ്ധാത്മാവ് വരുന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ ആത്മാവില് ഒരു ഉണർവുണ്ടാകും. അപ്പോൾ വചനം കേൾക്കാൻ സംഭവിക്കും, ഒന്ന് ആത്മാവ് ഉണരും. സംഭവിക്കുന്ന കാര്യം സുരക്ഷിതത്വം നൽകും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് വചനവായനം മുടക്കരുത്. ആദ്യത്തെ സന്യാസങ്ങളും വിട്ടുകളയരുത്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അവസാനത്തെ സംബോധനകൾ, പിന്നെ ചില പ്രാർത്ഥനാശം, അതൊന്നും ഒഴിവാക്കരുത്. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇനി എല്ലാത്തിന്റെ ആമുഖം അവസാനമൊക്കെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചോ. ഒരു പുതിയ തുടക്കമാണ്. പ്രത്യേക അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട് കേട്ടോ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്നു. എല്ലാ പൈശാചികത്തിലും അന്ധകാരശക്തി ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടി പായിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയും കൃപയും നിങ്ങളുടെ ഓരോരുത്തരിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവെ, വചനം വായിച്ച് ഉണർവ് പ്രാപിക്കാൻ തക്കവിധം ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. ഓ കർത്താവ്, നാളത്തെ അഭിഷേകാഗ്നി ശുശ്രൂഷ, അതേപോലെ കുഞ്ഞുടോക്കിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകാര്യമായി തീരട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളെ കുടുംബങ്ങളെല്ലാത്തിനെയും ആശീർവദിക്കുന്നു. കർത്താവെ, പരിശുദ്ധ നമ്മുടെ ഉമ്മല ഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു. കാത്തോളണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.